ഗുഡ് മോർണിംഗ്. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? സ്ലൈഡ് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ജുഡീഷ്യറി ആണ്. ജുഡീഷ്യറിയിൽ നമ്മൾ സുപ്രീം കോർട്ടിന്റെ ജുഡീഷ്യറിയുടെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് നോക്കി. സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ഇന്റഗ്രേറ്റഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അക്കൗണ്ടബിൾ ആണ്, അക്കൗണ്ടബിൾ ടു കോൺസ്റ്റിറ്റ്യൂഷനും ജനങ്ങളുമാണ് എന്നൊക്കെ നമ്മൾ നോക്കി. ഫെഡറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് സുപ്രീം കോടതി ഏറ്റവും മുകളിൽ, അതിന്റെ അടിയിൽ ഹൈക്കോർട്ട്, അതിന്റെ അടിയിൽ ബാക്കിയുള്ള കോർട്ടുകളായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റമാണ് നമുക്ക് ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ ടെക്സ്റ്റ് വായിച്ചോ നിങ്ങൾ? ജുഡീഷ്യറി ടെക്സ്റ്റ് വായിച്ചോ? ആ ചാപ്റ്റർ NCERT വായിച്ചോ? മറുപടി ഒന്ന്. ഒരു സമയം കിട്ടിയില്ലേ? ഓക്കെ, വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. നമ്മൾ ചീഫ് ജസ്റ്റിസ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്താണ് മാസ്റ്റർ ഓഫ് ദി റോസ്റ്റർ ആണ് ചീഫ് ജസ്റ്റിസ് എന്ന് അറിയപ്പെടുന്ന വേറൊരു പേര് എന്നുള്ളതും കൂടി, അല്ലെങ്കിൽ ആ ഒരു വിശേഷണം ഉള്ളത് ആർക്കാണ് എന്നുള്ളതും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പരിപാടിയാണ് സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ളത്. ഈ സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻഷൻഡ് ആണ് എന്നുള്ളതാണ് ഉത്തരം. നോക്ക്, ആർട്ടിക്കിൾ 130 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ആർട്ടിക്കിൾ 124 നമ്മൾ പഠിച്ചു. ഓക്കെ, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കാര്യങ്ങളും കുറെ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ, ഒത്ത്, ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി ആർട്ടിക്കിൾ 124. പിന്നെ അത് കഴിഞ്ഞിട്ട് 124 ടു ഈ 128 വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം നമ്മുടെ ഈ എന്താണ് ആക്ടിങ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന കാര്യങ്ങളും റിട്ടയർഡ് ജഡ്ജിമാർ വന്ന് അവരുടെ ഇതിരിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ഓരോ ആർട്ടിക്കിൾ വഴിയായിട്ട് നമ്മൾ എടുത്ത് നോക്കുന്നില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് സുപ്രീം കോടതിയുടെ സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ള ആൻസർ. അതായത് എവിടെയാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ആർട്ടിക്കിൾ 130 ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, ആർട്ടിക്കിൾ 130 ഒന്ന് വായിച്ചേ. സീറ്റ് ഓഫ് സുപ്രീം കോർട്ട്. The Supreme Court shall sit in Delhi or in such other place or places as the Chief Justice of India may, with the approval of President, from time to time appoint. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലാണ് സുപ്രീം കോടതിയുടെ സിറ്റിംഗ് വരുന്നത്. അതായത് സീറ്റ് ഓഫ് സുപ്രീം കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ സിറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലം എവിടെയാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 130 പ്രകാരമുള്ള നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഈ പറയുന്ന കാര്യം ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 130 ഡൽഹിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഡൽഹിയിൽ മാത്രമേ ഈ പറഞ്ഞ സിറ്റിംഗ്സ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സുപ്രീം കോടതിയുടെ സിറ്റിംഗ് കാര്യങ്ങൾ നടത്താം. പക്ഷെ അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണ്. പുള്ളിയാണ് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു കമ്പനികളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ SBI എന്ന് പറയുന്ന ബാങ്ക്, SBIയുടെ ബാങ്കിന് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ. നമ്മുടെ തിരുവനന്തപുരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നുള്ള SBI ട്രിവാൻഡ്രമായി, അല്ലെങ്കിൽ SBIയുടെ ഓരോരോ ബ്രാഞ്ചുകൾ എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. അവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ നമുക്ക് ഈ സ്റ്റേറ്റ് ബാങ്കിന്റെ ബ്രാഞ്ചുകൾ കാണാൻ പറ്റില്ലേ. അതേപോലെ സുപ്രീം കോടതിയുടെ ബ്രാഞ്ചുകൾ ഇപ്പൊ നിങ്ങൾക്ക് വല്ല സ്ഥലത്തും ഉണ്ടോന്ന് അറിയോ? ഡൽഹിയിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും സുപ്രീം കോടതിയുടെ ബ്രാഞ്ചുകൾ ഉണ്ടോ? കേരളത്തിൽ സുപ്രീം കോടതിയുടെ ബ്രാഞ്ച് ഉണ്ടോ?
ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് കാര്യം. അതായത് ഇവര് സുപ്രീം കോടതിക്ക് വേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ട് ഫ്രാഞ്ചൈസി മോഡൽ ഇവർ സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പക്ഷെ അത് ഫ്രാഞ്ചൈസി മോഡലൊക്കെ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് ആരാ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസിന് വേണമെങ്കിലാണ് ഓരോരോ പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനായിട്ട് പറ്റുക. അത് പ്രസിഡന്റിന്റെ അപ്രൂവൽ എടുത്തിട്ട് വേണം. പുള്ളിയാണ് അതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അവിടുത്തെ ഓരോരോ ജഡ്ജിമാരെ കാര്യങ്ങളൊക്കെ നിയമിക്കാനായിട്ട് ഈ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ അപ്രൂവൽ എടുത്തിട്ടാണ് ഇവർ ഈ ഓരോ ബ്രാഞ്ചുകളും കാര്യങ്ങളും തുടങ്ങുക. അപ്പൊ നിലവിൽ നമുക്ക് അറ്റ് പ്രസന്റ് വേറെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഡൽഹി തന്നെയാണ് ഇതിന്റെ സീറ്റിംഗ് വരുന്നത്. പക്ഷെ അത് പല പല സംസ്ഥാനങ്ങളിലും ഇതിനകത്തൊക്കെ ബ്രാഞ്ചുകൾ തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രൊപ്പോസൽസ് പോയിട്ടുണ്ട്. ഇപ്പൊ വെങ്കയ്യ നായിഡു ഒക്കെ ഭയങ്കരമായിട്ട് അതിനെ പ്രഷർ ചെയ്ത് അങ്ങനത്തെ സീറ്റുകളും കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിലവിൽ അങ്ങനത്തെ അതിനകത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് വണ്ടി പിടിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇപ്പൊ ചെയ്യാനുള്ളൂ. അത് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ബ്രാഞ്ചുകൾ പല പല സ്ഥലത്തും വരണം എന്നുള്ള ഒരു ആശയം പ്രൊപ്പോസൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിൽ അതില്ല. ഇപ്പൊ സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ള ഒരു കാര്യം ഡൽഹിയിലാണെന്ന് മനസ്സിലാക്കുക. ഏത് ആർട്ടിക്കിളിലാണ് സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 130 ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കുക. ആർക്കാണ് വേറെ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ തീരുമാനിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണ് തീരുമാനിക്കാൻ പറ്റുക. വിത്ത് അപ്രൂവൽ ഓഫ് പ്രസിഡന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആയോ കാര്യം? ഒന്ന് 130 ഒന്ന് വായിച്ചു കിട്ടോ. The Supreme Court shall sit in Delhi or in such other place or places as the Chief Justice of India may, with the approval of President, from time to time appoint. Okay. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ 124 കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ റിമൂവലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഔട്ട്ലൈനിൽ പറഞ്ഞു. ആ പ്രൊസീജിയേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കുക. ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായിട്ടൊരു ആക്ട് തന്നെ ഉണ്ട്, ജഡ്ജസ് എൻക്വയറി ആക്ട് 1968. ഈ ഒരു ആക്ട് പ്രകാരമാണ് ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ജഡ്ജിമാരെയും റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. രണ്ട് ഹൗസസിലും ഇത് പാസ്സാക്കി അവിടെ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ പ്രസിഡന്റിന് ഈ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ. അവിടെ പാസ്സാക്കി കഴിഞ്ഞിട്ട് ഒരു 3-അംഗ കമ്മിറ്റി ഈ പറഞ്ഞ പരിപാടി എന്തെങ്കിലും ഈ ആൾക്കെതിരെ മിസ്ബിഹേവിയറും കാര്യങ്ങളൊക്കെ പ്രൂവ്ഡ് ഇൻകപ്പാസിറ്റി മിസ്ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രസിഡന്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇത് തുടർ നടപടികൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ജഡ്ജസ് എൻക്വയറി ആക്ട് എന്നുള്ള ഒരു ആക്ട് പ്രകാരമാണ് ഈ റിമൂവൽ ഓഫ് ചീഫ് ജസ്റ്റിസിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോക്സഭയിലാണെങ്കിൽ 100 പേര് ഈ ഒരു മോഷൻ സപ്പോർട്ട് ചെയ്ത് അത് പ്രൊപ്പോസ് ചെയ്താലാണ് അത് എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ 50 മെമ്പേഴ്സ് രാജ്യസഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പിന്താങ്ങാനുണ്ടെങ്കിൽ മാത്രമേ ആ മോഷൻ സ്പീക്കറോ ചെയർമാനോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുകയുള്ളൂ. ഏത് ഹൗസിലാണെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷെ അവിടെ ഇത്രയും സപ്പോർട്ട് അവിടെ ആവശ്യമാണ്. അതിനുശേഷം ഈ പറഞ്ഞ പരിപാടി സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി രണ്ട് ഹൗസിൽ സെപ്പറേറ്റ് ആയിട്ട് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രസിഡന്റ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ തുടർ നടപടികൾ നടത്തുള്ളൂ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്നുള്ളത് നോക്കാം. സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ പ്രസിഡന്റ് ജഡ്ജിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഇതുവരെ ഒരു ജഡ്ജിനെയും അതേ രീതിയിൽ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി പ്രകാരം ഇതേപോലെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയിട്ട് ഇതേവരെ ഒരു ജഡ്ജിനെയും നമ്മൾ പുറത്താക്കിയിട്ടില്ല എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പരിപാടിയാണ്. നമ്മൾ ഈ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മനോരമയിൽ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കാര്യം? 3-അംഗ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ 2-അംഗ ഡിവിഷൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സംഭവം. എന്താണ് സംഭവം എന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഏറ്റവും ഫസ്റ്റ് നമുക്ക് സിംഗിൾ ബെഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, സിംഗിൾ ബെഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കേസുകൾ ഒരു ജഡ്ജി മാത്രം എന്നിട്ടാണ് വാദം കേൾക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഒരാളെ തല്ലി അതിന്റെ നഷ്ടപരിഹാരം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് നിസ്സാര കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വാദം കേൾക്കാന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജഡ്ജി ഒറ്റയ്ക്കായിരിക്കും. ആ ഒരു ജഡ്ജി ഒറ്റയ്ക്ക് ആ വാദം കേൾക്കുന്ന അതിനെ പറയുന്നതാണ് സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്നത്. സിംഗിൾ ബെഞ്ച്, ഒറ്റ ആളേ ഉള്ളൂ.
ഓക്കെ, ആ പേര് തന്നെ മനസ്സിലാവല്ലോ, സിംഗിൾ ബെഞ്ച്. ഒരു ബെഞ്ചിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഓക്കെ, സിംഗിൾ ബെഞ്ച്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ. ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജഡ്ജിമാരുണ്ടാവും. ഓക്കെ, 2 ജഡ്ജിമാര് ഇവരുടെ ഇപ്പൊ ഈ പറഞ്ഞ അപ്പീലും കാര്യങ്ങളൊക്കെ കേൾക്കാൻ, അതായത് സിംഗിൾ ബെഞ്ച് ഇരുന്നിട്ട് നടപ്പിലാക്കാത്ത കാര്യങ്ങൾക്കുള്ള അപ്പീൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡിവിഷൻ ബെഞ്ച് ഇരിക്കുന്നത്. അപ്പൊ ഡിവിഷൻ ബെഞ്ചിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ അതേ എഫക്ട് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ തെറ്റായി പോകാനായിട്ട് വഴിയുണ്ട്. അപ്പൊ അപ്പീൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാളുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് നടക്കുള്ളൂ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ജഡ്ജിമാരെ അവിടെ വെച്ചിട്ടുള്ള ബെഞ്ചാണ് ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റിട്ടിന്റെ കാര്യങ്ങളൊക്കെ ഭൂരിഭാഗം കേസുകളും പരിഗണിക്കുന്നതൊക്കെ ഈ പറഞ്ഞ ഡിവിഷൻ ബെഞ്ചുകളായിരിക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി ഉള്ളൂ. ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 2 ജഡ്ജിമാർ ഉണ്ടെന്നുള്ളത്. മിക്കവാറും ഈ പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് എന്ത് ടൈപ്പ് കേസുകളാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന അപ്പീൽ കേസുകൾ, സിവിലും ക്രിമിനൽ മാറ്റേഴ്സിലുള്ള അപ്പീൽ കേസുകളും റിട്ടുകളുടെ കാര്യങ്ങളുമാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഭൂരിഭാഗവും എടുക്കാറ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഗിൾ ബെഞ്ച് എന്നുള്ള ടൈമും ഡിവിഷൻ ബെഞ്ച് എന്നുള്ള ടൈമും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് അല്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയിലൊന്നും പറയുന്നില്ല. നമുക്ക് ആകെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 5 കൂടുതലോ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതി. അതായത് ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജഡ്ജോ 2 ജഡ്ജോ ഇരുന്നിട്ട് കാര്യമില്ല. ഇവർ ഈ കോറം ഇതൊക്കെ നോക്കി വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ വേണ്ട. ഇപ്പൊ ശബരിമല വെർഡിക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? അപ്പൊ അതിന് ഒരു ജഡ്ജിമാരെ മാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ കൂടുതൽ ജഡ്ജിമാര് അവിടെ വരേണ്ടതുണ്ട്. അപ്പൊ 5 ജഡ്ജോ അതിനേക്കാൾ കൂടുതലോ വന്നിട്ടുള്ള ജഡ്ജിമാരുടെ ഒരു സമിതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നുള്ളൊരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണ്. ആർട്ടിക്കിൾ 145 മൂന്നാമത്തെ ക്ലോസ് പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ പ്രതിപാദിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രിട്ടേഷനോ അങ്ങനത്തെ ഇത് കുറച്ചും കൂടി ഇതിന് വ്യാഖ്യാനം ആവശ്യമുണ്ട് എന്ന് ഹൈക്കോടതികളും കാര്യങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കുന്ന തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനാണ് മെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് നമ്മൾ രൂപീകരിച്ചത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ വിടുന്നത്. നേരെ ചെന്നിട്ട് ഒരു കേസൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ വരില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടും അല്ലെങ്കിൽ അതിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ വിടുന്നത്. അപ്പൊ ഇതിനകത്ത് മിനിമം വേണ്ട ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഇതായിരിക്കും PSC നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്ര ജഡ്ജിമാരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ മിനിമം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ജഡ്ജിമാരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ മിനിമം ഉള്ളത്. അതിനൊക്കെ കൂടുതലും ആകാം, അത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ മിനിമം 5 ജഡ്ജിമാരെങ്കിലും ഇതിനകത്ത് വേണം. ഡിവിഷൻ ബെഞ്ച് ആണെങ്കിൽ 2 ജഡ്ജിമാരാണ് വേണ്ടത്. മറ്റേതിനകത്ത് സിംഗിൾ ബെഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരാളാണ് വേണ്ടത്. ഇതിന്റെ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ബെഞ്ചാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്. ആർട്ടിക്കിൾ 145(3) എന്നുള്ള ആ ക്ലോസ് പ്രകാരമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്നുള്ള ഒരു ആശയം നമ്മൾ പ്രതിപാദിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത് 3 കാര്യം? ഞാൻ പറയുന്നതൊന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. കാര്യം ഇത് അങ്ങനെ തന്നെ ചോദ്യമായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ അയ്യോ സാർ ഇതൊക്കെ പറഞ്ഞതാണല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റഫ് നോട്ടായിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കുക, എന്നിട്ട് സ്ലൈഡ് പിന്നെ വായിക്കുക. സ്ലൈഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ പോയിന്റും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞു, സിംഗിൾ ബെഞ്ച് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും ഈ സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ടത് ആകെ ഇത്ര ആർട്ടിക്കിൾസ് ആണ് സുപ്രീം കോടതിയുടെ കാര്യങ്ങളിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. ചോദ്യ സാധ്യതയും ഈ ഇത്രയും ആർട്ടിക്കിൾസിൽ നിന്നായിരിക്കും വരിക. ഓക്കെ, ഏതൊക്കെയാ? ആർട്ടിക്കിൾ 129. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 130 നോക്കി. 130 എന്താണ്? ആർട്ടിക്കിൾ 130 എന്താ? ഡൽഹി. ഓക്കെ, സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് അങ്ങനെ പറയണം കേട്ടോ. സീറ്റ് ഓഫ് സുപ്രീം കോർട്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 130 പറയുന്നത്. ഇനി അതിനു മുമ്പ് ഒരു ആർട്ടിക്കിൾ നോക്കി, ആർട്ടിക്കിൾ 124. അതെന്താ പറയുന്നത്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുപ്രീം കോർട്ടും അതിന്റെ ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ്, ഓത്ത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 124 പറയുന്നത്.
സുപ്രീം കോടതിയുടെ. ഇനി ആർട്ടിക്കിൾ 129 എന്നുള്ള ഒരു കാര്യം പറയുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് ഓഫ് റെക്കോർഡ് ആണ്, അതേപോലെ തന്നെ കണ്ടന്റ് ഓഫ് കോർട്ട് ആണ് എന്നുള്ള ഈ രണ്ട് ആശയങ്ങൾ ആർട്ടിക്കിൾ 129 പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വഴിയെ നോക്കാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഐഡിയ മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെ ആർട്ടിക്കിൾസ് നോക്കണം എന്നുള്ളത്. ആർട്ടിക്കിൾ 129 നമുക്ക് നോക്കാനുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 131, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ആർട്ടിക്കിൾ 131 എന്നുള്ളത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 132 നമുക്ക് നോക്കാനുണ്ട്. ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ഇൻ സുപ്രീം കോർട്ട് എന്നുള്ള സംഭവമാണ് ആർട്ടിക്കിൾ 136 പഠിക്കാനുള്ളത്. ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞുള്ള ആശയമാണ് നമുക്ക് ആർട്ടിക്കിൾ 142 പഠിക്കാനുള്ളത്. ആർട്ടിക്കിൾ 143 അഡ്വൈസറി ജുഡിസ്ഡിക്ഷൻ എന്നുള്ള കാര്യമാണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് സുപ്രീം കോടതി അവസാനിപ്പിക്കാം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബ്യൂണൽസും വേറെ ഗ്രാമ ന്യായാലയസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാനുള്ളത്. ട്രൈബ്യൂണൽസ് അല്ലെങ്കിൽ കോടതികളല്ലാതെ വേറെ എന്തൊക്കെയാണ് ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ സുപ്രീം കോടതി ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ബാക്കി ട്രൈബ്യൂണൽസിന്റെ ഇതിൽ നിന്നും അങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നതിനേക്കായി കൂടുതൽ സാധ്യത ചോദിക്കാനായിട്ട് ഈ ഭാഗത്തു നിന്നും ഈ ആർട്ടിക്കിൾസിൽ നിന്നുമാണ്. അപ്പൊ ഇത് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് അത് പഠിക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ സുപ്രീം കോടതിയുടെ എന്തൊക്കെയാണ് അധികാരങ്ങൾ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിന് ചോദ്യമായിട്ട് വരാം. ഓക്കെ, ഒന്ന് ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ എന്ന് പറയുന്ന പരിപാടി, അത് നമുക്ക് എന്താ നോക്കാം. പിന്നെ അപ്പീലേറ്റ് ജുഡിസ്ഡിക്ഷൻ, റിട്ട് ജുഡിസ്ഡിക്ഷൻ. ഇതിൽ റിട്ട് ജുഡിസ്ഡിക്ഷൻ മാത്രം ഞാൻ എടുക്കൂല. കാര്യം എന്താ റിട്ട് ജുഡിസ്ഡിക്ഷൻ എടുക്കാത്തത്? ആ, ഓൾറെഡി എടുത്തു. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 32 പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനകത്ത് റിട്ട് ജുഡിസ്ഡിക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇത് റിട്ട് ജുഡിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഇനി ഇപ്പൊ എടുക്കൂല. ബാക്കിത്തെ, പക്ഷെ ഇത് സുപ്രീം കോടതി തന്നെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള 4 കാര്യങ്ങൾ, ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ, അപ്പീലേറ്റ് ജുഡിസ്ഡിക്ഷൻ, അഡ്വൈസറി ജുഡിസ്ഡിക്ഷൻ, കോർട്ട് ഓഫ് റെക്കോർഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്, ആർട്ടിക്കിൾ 131. ജസ്റ്റ് ഒന്ന് വായിക്കുക. ചോദ്യം ഇതിൽ നിന്ന് വരാനായിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലാവണില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയാണ്ട. ഞാൻ പറയുന്നത് എന്തോ അത് പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത് ടഫും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാ. ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ? കഴിയാത്തരെങ്കിലും ഉണ്ടോ?
ഓഫ്ലൈൻ വായിച്ചു കഴിഞ്ഞോടാ പിള്ളേര്? ഓഫ്ലൈനിലെ പിള്ളേർ എവിടെ? ഓക്കെ, ഇപ്പൊ വായിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളും ഏത് രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 131 പറയുന്ന പരിപാടിയാണ് എന്ത്? ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒറിജിനൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? യഥാർത്ഥമായത് എന്നുള്ളതാണോ? രണ്ടർത്ഥം അതിനകത്തുണ്ട്. ഒന്ന്, ഏറ്റവും നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള സംഭവമാണെന്നുള്ളത്. ഓക്കെ, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിത്തെ നമ്മുടെ വേറെ ഭാഷകളും ലാംഗ്വേജും ഒന്നും അവിടെ ഉപയോഗിക്കില്ലേ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റത്തെ, ആദ്യത്തെ എന്നാണ് അർത്ഥം. ഓക്കെ, ആദ്യത്തെ എന്നുള്ള ഇപ്പൊ എന്താണ് ആദിവാസി എന്ന് പറയുന്ന ഒരു ടൈമിന് നമ്മൾ എന്ത് പറയും? അബോർജിൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് വെച്ചിട്ടാണ് ആദിവാസി എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത്. ഓക്കെ, അബോർജിൻസ് എന്ന് പറയും. അപ്പൊ അബോർജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് എന്നാണ് അതിന്റെ ഡെഫിനിഷനിൽ, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പറയുന്നത്. ഒറിജിനൽ ഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ ഏറ്റവും ആദ്യത്തെ നിവാസികൾ എന്നുള്ള, അതാണ് ആദിമ നിവാസികൾ, അത് ആദിവാസിയായത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നുള്ളതാണ്. അതായത് സുപ്രീം കോടതിക്ക് ഉള്ള ഒരു പ്രത്യേക അധികാരമാണ് ഈ ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഇന്ത്യയിൽ ഏതൊരു കേസുകൾ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഏറ്റവും ഫസ്റ്റ് കേൾക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കല്ല. നമ്മുടെ ഏറ്റവും താഴെ തട്ടിലുള്ള കോടതികളാണ് ഏറ്റവും ആദ്യം നമ്മുടെ, ഇപ്പൊ നമ്മൾ ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, എന്ത് മോഷണം നടത്തിയാലോ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും എന്താണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഏറ്റവും താഴ്ന്ന കോർട്ടിൽ നിന്നാണ്, അവിടെ നിന്ന് അപ്പീൽ വാങ്ങിച്ച് ആണ് നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നത്. ഹൈക്കോടതി അത് വീണ്ടും സുപ്രീം കോടതിക്ക് നിങ്ങൾക്ക് പോകാന്നുള്ള സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ സുപ്രീം കോടതി പോകുന്നത്. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബ്രീച്ച് ചെയ്യാണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് പോകാനായിട്ട് പറ്റൂല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് ഏറ്റവും ആദ്യം കേസ് കേൾക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായോ? എന്താണ് ഒറിജിനൽ ജുഡിസ്ഡിക്ഷൻ എന്നുള്ളത്? നോക്കുക, ആർട്ടിക്കിളിലേക്ക് നോക്കുക. Subject to provisions of this constitution, the Supreme Court shall, to the exclusion of any other court, have original jurisdiction in dispute between Government of India. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ABC നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ABC D എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് തരും. അപ്പൊ അത് ആയിരിക്കും അതിന്റെ തെറ്റായിട്ടുള്ള ഒരു ഉത്തരം വരുന്നത്. ഇവിടെ നോക്ക്, ഈ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങളോട് ചോദ്യമായിട്ട് ചോദിക്കുക. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ കോടതിക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ പവർ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ബാക്കി സംസ്ഥാനങ്ങളും തമ്മിൽ, സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനം ഒന്നിലധികം സംസ്ഥാനങ്ങളോ തമ്മിൽ വഴക്കുണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കേരളവും തമിഴ്നാടും ഒന്നിച്ച് നിന്നുള്ള ഒരു പ്രശ്നമോ, അല്ലെങ്കിൽ കേരളത്തിന്റെ അടുത്തോ തമിഴ്നാടിന്റെ അടുത്തോ ഉള്ള ഒരു പ്രശ്നമോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് എനി സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്സ് ഓൺ വൺ സൈഡ്, ഓൺ വൺ ഓർ മോർ അതർ സ്റ്റേറ്റ്സ് ഓൺ ദ അതർ, ഓർ അതായത് ഒരു സ്റ്റേറ്റോ ഒന്നിലധികമോ അതിന്റെ പാർട്ടുകളായിട്ടോ, അങ്ങനെ പല പല ഭാഗങ്ങളായിട്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ ഏതൊരു ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സംസ്ഥാനങ്ങൾക്കെങ്കിൽ ആ സാഹചര്യത്തിലും ഈ പറയുന്ന ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബിറ്റ്വീൻ ടു ഓർ മോർ സ്റ്റേറ്റ്സ്, ഇഫ് ആൻഡ് ഇൻ സോ ഫാർ ആസ് ദി ഡിസ്പ്യൂട്ട് ഇൻവോൾവ്സ് എനി ക്വസ്റ്റ്യൻ വെദർ of a law or fact on which the existence or extent of a legal right depends.
അതായത് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് ഈ പറയുന്ന കേസുകൾ ഏറ്റവും ഫസ്റ്റ് കേൾക്കാനുള്ള അധികാരമുണ്ട്. അതായത് കേരളം തമിഴ്നാടും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം കേൾക്കാനുള്ള ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സുപ്രീം കോടതിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റുകളും തമ്മിൽ നടക്കുന്ന തർക്കവും അതേപോലെ തന്നെ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് നടക്കുന്ന ഫെഡറൽ ഡിസ്പ്യൂട്ട്സ്, ഈ കാര്യമാണ് നിങ്ങൾ അതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഏറ്റവും ഫസ്റ്റ് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നിലവില് അതിനകത്ത് ഒരു എക്സെപ്ഷൻ ഉള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും PSC നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, നിങ്ങൾ തെറ്റിക്കാൻ തരും. ഒന്ന്, വാട്ടർ ഡിസ്പ്യൂട്ട് ഉള്ള കാര്യങ്ങളിൽ. വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാൻ പറ്റൂല. 131 അല്ല അവിടെ വരുന്നത്. അവിടെ വരുന്ന വേറൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262 എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ വരും. അതായത് ഈ വെള്ളം ഒഴുകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നിയമവും കാര്യങ്ങളൊന്നും പ്രകാരം പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ അതിനകത്ത് വരുന്നതല്ല. സയന്റിഫിക് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് സയൻസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ആർട്ടിക്കിൾ 131 ഉൾക്കൊള്ളിച്ചിട്ട് ഉള്ളതല്ല. വാട്ടർ ഡിസ്പ്യൂട്ടുകൾ ഉള്ള കാര്യങ്ങൾ ഒക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ കേസിൽ വരുന്നതല്ല. അതേപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങളൊന്നും ഈ എന്താണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷന്റെ അധികാരത്തിൽ കൊണ്ടുവന്ന് പറയാനായിട്ട് പറ്റൂല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഓപ്ഷൻ ഡിയും ഇ ഒക്കെ ആയിട്ട് തരാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് പറ്റൂല എന്നുള്ളത്. അതിന് വേറെ ആർട്ടിക്കിളാണ് 262 എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ്. അതേപോലെ തന്നെ ഫിനാൻസ് കമ്മീഷന്റെ സ്റ്റേറ്റ്സിന് എത്ര ടാക്സ് കൊടുക്കണം, എത്ര ഈ GSTയുടെ കാര്യങ്ങൾക്ക് എത്ര രൂപ വീതം വെച്ച് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാനൊരു ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കുക. ആർട്ടിക്കിൾ 131, സുപ്രീം കോർട്ട് ഹാസ് എക്സ്ക്ലൂസീവ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഇൻ ഓൾ ഫെഡറൽ ഡിസ്പ്യൂട്ട്. ഇതാണ്, ഓൾ ഫെഡറൽ ഡിസ്പ്യൂട്ട്സിൽ ഇടപെടാനായിട്ട് സുപ്രീം കോടതിക്ക് പറ്റും. അതേപോലെ തന്നെ എംപവേഴ്സ് എ സ്റ്റേറ്റ് ടു മൂവ് ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി ഇൻ മാറ്റേഴ്സ് ഓഫ് ഡിസ്പ്യൂട്ട് വിത്തിൻ സെന്റർ ഓർ എനി അതർ സ്റ്റേറ്റ്. ഇനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ഇലക്ഷൻ. പ്രസിഡന്റ് ഇലക്ഷനിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുന്നവരാ, അതിനകത്ത് നേരിട്ട് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് സുപ്രീം കോടതിക്ക് ഇടപെടാനായിട്ട് പറ്റും. പിന്നെ എക്സംഷൻസ് ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ടും പിന്നെ ഈ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ടുമാണ് നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ആർട്ടിക്കിൾ 262ന്റെ കേസിൽ വരുന്ന കാര്യമാണ് ഇത്, 280യുടെ കാര്യത്തിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ എന്ത് ചെയ്താലും നമുക്ക് സുപ്രീം കോടതിക്ക് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റൂല. ഇത് ക്ലിയർ ആയോ? ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്, അത് കാവേരി സ്റ്റേറ്റിന്റെ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും നേരിട്ട് പോയി ഇതാക്കാനായിട്ട് ഇവർക്ക് പറ്റൂല എന്നുള്ളതാണ്. ബാക്കിയുള്ള കേസുകളിലൊക്കെ പരിഗണനയിൽ വരും. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യത്തിലുണ്ടാവും, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന്. അതായത് ഫെഡറൽ ഡിസ്പ്യൂട്ട്സിലാണ്, അതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടേം. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചോദ്യം വരിക. ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ച് വെച്ചോ, ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജുഡീഷ്യറിയുടെ ഫസ്റ്റ് ക്ലാസ് ഇട്ടിട്ട് അതിന്റെ റെക്കോർഡ് പോലും കേട്ടിട്ടുള്ളത് വളരെ കുറച്ച് പേരാ. ക്ലാസ്സിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ തന്നെ അത് മര്യാദയ്ക്ക് കേൾക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞായിരുന്നു, അത് പറഞ്ഞിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ അത് ചോദിച്ച് എനിക്ക് വേണമെന്ന് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർക്ക് അത് വേണ്ടാഞ്ഞിട്ടാണോ എന്താണ് കാര്യം എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഇനി എന്തായാലും ഗ്രൂപ്പിൽ അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഇടാൻ പോകുന്നില്ല. ക്ലാസ്സിൽ ഞാൻ എന്തുണ്ടോ അത് ഞാൻ ക്ലാസ്സിൽ പറയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ അത് ചെയ്യാം. അപ്പൊ അത് വളരെ മോശമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കുറെ പേരൊക്കെ ലൈവ് ഉണ്ട്. 28 പേര് ലൈവ് ഉണ്ടെങ്കിൽ 28 പേരും ഞാൻ ആ പറഞ്ഞ കാര്യം ചെയ്യണ്ടേ, അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ, എന്താണ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്നുള്ള കാര്യം? ഇതാ ക്വസ്റ്റ്യൻ നോക്ക്, ഈ രീതിയിൽ അത് ചോദ്യം വരാം. The power of Supreme Court of India to decide disputes between the center and the states falls under it.
സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. ഇത് പരിഹരിക്കാനായിട്ടുള്ള കാര്യം വരുന്നത് സുപ്രീം കോടതിയുടെ ഏത് ജുറിസ്ഡിക്ഷനിലാണെന്നാണ് ചോദ്യം. അത് വരുന്ന ഓപ്ഷനിൽ 4 ഉണ്ട്: അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ, റിട്ട് ജുറിസ്ഡിക്ഷൻ. ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഈ റിട്ട് ജുറിസ്ഡിക്ഷൻ അല്ല ഈ ഒറിജിനൽ ജുറിസ്ഡിക്ഷനിൽ ഈ കേസാണ് പരിഹരിക്കുക അല്ലെങ്കിൽ ഇതാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇപ്പൊ ചോദ്യം വന്ന സ്റ്റൈല് മനസ്സിലായില്ലേ? കണ്ടത് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? അറിയാമെങ്കിൽ ഓക്കെ. അറിയില്ലാത്തത് ഏറ്റവും കൂടുതൽ പേർക്ക് അത് അറിയില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യം ആ രീതിയിലാണെന്നുള്ളതാണ്. ഒറിജിനലിൽ എപ്പോഴും ചോദിക്കുന്ന 131 നിങ്ങളുടെ അടുത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കാണുന്നതാണല്ലോ ഒറിജിനൽ ഡിസിഷൻ, എന്നിട്ട് അതൊന്നും ഇതുവരെ നോക്കി പഠിച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അനലൈസ് ചെയ്യുക, ജസ്റ്റ് വിക്കിപീഡിയ എങ്കിലും നോക്കുക അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ടർ ഡിസ്പ്യൂട്ട് വരൂല, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 132. ഓക്കെ, ആർട്ടിക്കിൾ 132 ഒന്ന് വായിച്ചു നോക്കിയേ. ആർട്ടിക്കിൾ 130 കഴിഞ്ഞു, 131 കഴിഞ്ഞു, ഇപ്പൊ 132 നമ്മള്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നാണ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിവാർഡിംഗ് ആയിട്ട് കിട്ടുക. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ റെക്കോർഡിംഗിൽ നിങ്ങൾ അത് കേറാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെങ്ങനെ അറിയാനാണ്? കേൾക്കുന്നവർ മനസ്സിലാക്കുന്നത് ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വായിച്ചോ? ഓഫ്ലൈൻ പിള്ളേരെ വായിച്ചു കഴിഞ്ഞോടാ? ഇത് ഈ വേർഡ്സും കാര്യങ്ങളും ഒന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം. നോക്കുക, അപ്പീലേറ്റ് ജുഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പീലുകൾ കേൾക്കാനായിട്ടുള്ള അധികാരമാണ് സുപ്രീം കോടതിക്കുള്ളത്. അതായത് നമുക്ക് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്നാണ് സുപ്രീം കോടതിനെ നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ഹൈക്കോടതി പോയിട്ട് നമുക്ക് രക്ഷയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സുപ്രീം കോടതിയിൽ പോയിട്ട് അത് ഇതാക്കാൻ പറ്റും എന്ന് പറയാം. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കേസുകളിലും അപ്പീൽ പോകാനായിട്ട് പറ്റൂല. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഞാനിത് സുപ്രീം കോടതി വരെ പോയിട്ടായാലും ഞാനിത് നേടിയെടുക്കും എന്ന് പറയില്ലേ? അത് എല്ലാ കേസിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സുപ്രീം കോടതിയിലേക്ക് ഓടാനായിട്ട് നമുക്ക് പറ്റൂല. ഓക്കെ, ആ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, ഒരാള് ഒരു മോഷണം ചെയ്തു.
ആ ഒരു മോഷണം ചെയ്തിട്ട് അത് വളരെ സ്പഷ്ടമായിട്ട് CCTV വിഷ്വൽസ് ഉൾപ്പെടെ തെളിയിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഒരു സാധാരണ ഏതൊരാൾക്കും അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഈ ആളാണ് ഈ കുറ്റം ചെയ്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ആ ആള് ഹൈക്കോടതി ഒരു അപ്പീൽ ഇപ്പൊ സെഷൻ കോടതിയിൽ ഇട്ടത്, അയാൾ അപ്പീലിന് പോയി. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ആ ആൾക്ക് അപ്പീലിന് പോകാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ റൈറ്റ് പ്രകാരമുള്ളത് ഹൈക്കോടതി വരെയാണ്. ഓക്കെ, ഹൈക്കോടതി വരെ അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തെറ്റ് ചെയ്ത് തെളിഞ്ഞിട്ടുണ്ടായെങ്കിൽ കൂടിയും അയാൾക്ക് ഹൈക്കോടതി വരെ പോകാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ എത്തുമ്പോ ഈ പറഞ്ഞ കേസ് എല്ലാ കാരണങ്ങൾ കൊണ്ടും അയാൾക്ക് അനുകൂലമല്ല, ഈ കേസ് ഈ സംഭവം ചെയ്തിരിക്കുന്ന അയാളാണെന്ന് ഭയങ്കര സ്പഷ്ടമായിട്ട് തെളിയിക്കുകയാണ്. ഹൈക്കോടതിക്ക് തന്നെ തോന്നുവാണ് ഇത് വേറെ ഒരു ഇതിന് വിടേണ്ട ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ആ കേസ് അവിടെ വെച്ച് തന്നെ ക്വാഷ് ചെയ്യാം. അതായത് പിന്നെ ആ കേസിനകത്ത് ഇനി നിനക്ക് അപ്പീലൊന്നും പോകണ്ട, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇനി ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല, ഇത് ഇവിടെ വെച്ചിട്ട് തീർന്നു, നീ നിന്റെ പണി നോക്കിക്കോ, ഇനി ഈ തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കോടതി അവിടെ വെച്ചിട്ട് ആ പരിപാടി നിർത്തും, ഹൈക്കോടതി. പിന്നെ അത് സുപ്രീം കോടതിക്ക് വിടൂല. ഓക്കെ, ഇനി ഹൈക്കോടതി സുപ്രീം കോടതിക്ക് വിടുന്ന കേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി തന്നെ പെർമിഷൻ കൊടുക്കും. ഇപ്പൊ ചില കേസുകളിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ലോയും കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യാഖ്യാനം വേണം, കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ വേണം. അതായത് ഇപ്പൊ ഒരു റൈറ്റ് ടു മാരി എന്നുള്ളത് വൺസിന്റെ ലൈഫിന്റെ പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. ഒരു കല്യാണ കേസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരുടെ കൂടെ വിടണം എന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഹൈക്കോടതി എന്ത് പറയും, ഇത് ഞാൻ കൂട്ടിയെ കൂടുന്നു തോന്നുന്നില്ല, കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സുപ്രീം കോടതിക്ക് വിടാൻ, നിങ്ങൾക്ക് സുപ്രീം കോടതിക്ക് അപ്പീലിന് പോകാനായിട്ട് നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പെർമിറ്റ് ചെയ്യും. ഓക്കെ, ഹൈക്കോടതി പെർമിറ്റ് ചെയ്ത് വിടുന്ന കേസുകളിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് പോകാനായിട്ട് പറ്റും. അല്ലാത്ത കേസുകളിലൊന്നും ഇവർക്ക് മുകളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ സിവിൽ മാറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ക്രിമിനൽ മാറ്റേഴ്സിലാണെന്നുണ്ടെങ്കിലോ ഇപ്പൊ ഒന്നുകിൽ ഡെത്ത് സെന്റൻസോ അല്ലെങ്കിൽ 10 വർഷത്തിൽ കൂടുതലുള്ള ഇംപ്രിസൺമെന്റോ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഇവർക്ക് അപ്പീലിന് പോകാനായിട്ട് പറ്റുക. അതിൽ താഴെയുള്ള കേസിലൊന്നും ഇവർക്ക് അപ്പീലിന് പോകാനായിട്ട് പറ്റൂല. ഹൈക്കോടതി തന്നെ പരിപാടി തീരുന്നു. ഇപ്പൊ ഒരു 3 വർഷമൊക്കെയാണ് ശിക്ഷ കൊടുത്തിട്ടുള്ളതെങ്കിൽ സുപ്രീം കോടതി പോയിട്ട് അത് ഇനിയും കുറയ്ക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന പരിപാടി ഇല്ലാന്ന്. 10 വർഷത്തിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് ആണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റും. ഇപ്പോ ഗ്രീഷ്മയുടെ കേസില്ലേ, എന്താണ് ഗ്രീഷ്മ, മറ്റേ കഷായം, അപ്പൊ ആ കേസിൽ പുള്ളിക്കാരിക്ക് എന്ത് ചെയ്തു, വധശിക്ഷ കൊടുത്തു. ഇനി ഹൈക്കോടതി അത് അപ്പീലിന് പോയിട്ട് ഹൈക്കോടതി അത് വധശിക്ഷ തന്നെ എന്ന് ഉറപ്പിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതി പോകാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാതെ പക്ഷം ഇവർക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ആ ഒരു വധശിക്ഷ എന്നുള്ളത് മാറ്റി ഒരു 8 വർഷമാണ് ശിക്ഷയെങ്കിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സുപ്രീം കോടതി അപ്പീലേറ്റ് ജുഡിഷ്യന്റെ ഇതിനകത്ത് വരുന്ന കേസുകൾ. എന്തൊരു ഹയസ്റ്റ് അപ്പീലിംഗ് അതോറിറ്റി ആണ്, അതേപോലെ തന്നെ എല്ലാ കേസുകളും ഹൈക്കോടതി സുപ്രീം കോടതിക്ക് വിടുകയില്ല. സിവിൽ കേസുകളിലുള്ള ഇതും ക്രിമിനൽ കേസിന്റെ അപ്പീലിന്റെ ഇതും വ്യത്യാസമാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തിനാണ് ഇങ്ങനെ സുപ്രീം കോടതി ഹൈക്കോടതി ഇവർക്ക് സുപ്രീം കോടതിക്ക് എല്ലാ കേസുകളും അപ്പീലിന് വേണ്ടിയിട്ട് വിടാത്ത? എന്തായിരിക്കും റീസൺ? കേസുകൾ സുപ്രീം കോടതിയിൽ കുമിഞ്ഞു കൂടുന്നുണ്ട്. ഓക്കെ, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ആൻസർ ആണ്. അതിന്റെ കേസ് ലോഡുകളും വർക്ക് ലോഡ് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കേസുകളും എല്ലാ കാര്യങ്ങളും അപ്പീലിന് വേണ്ടിയിട്ട് വിടാത്തത്. ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായി, അപ്പീലേറ്റ് ജുഡിസിഷൻ 132 എന്താന്നുള്ളത്. ഇവിടെ ഹൈക്കോടതി സർട്ടിഫൈ ചെയ്താലാണ് വിടുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റത്തെ കേസ്. അത് ഹൈക്കോടതി സർട്ടിഫൈ ചെയ്യുന്ന എന്തൊക്കെയാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇനിയും വ്യാഖ്യാനം ആവശ്യമുണ്ടെന്ന് കോടതിക്ക് തോന്നുന്ന സമയത്ത്. ക്രിമിനൽ മാറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഡെത്ത് സെന്റൻസോ അല്ലെങ്കിൽ 10 വർഷത്തിന്റെ ഇംപ്രിസ്മെന്റോ അതിൽ കൂടുതൽ കൊടുത്തിട്ടുള്ള ആളുകൾക്കും ഹൈക്കോടതി സർട്ടിഫൈ ചെയ്തിട്ടുള്ള കേസുകളിലുമാണ് ഇവർക്ക് സുപ്രീം കോടതിനെ സമീപിക്കാനായിട്ട് പറ്റുക. ഓക്കെ, ഇതാണ് അപ്പീലേറ്റ് ജുഡിസിഷൻ. ഇനി അടുത്ത പരിപാടി ഉണ്ട്, സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറയുന്ന അടുത്ത പരിപാടി ഉണ്ട്. സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറയുന്ന പരിപാടി എന്താ ഒന്ന് വായിച്ചു നോക്കി. 136 പറയുന്നത് സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ബൈ ദ സുപ്രീം കോർട്ട്.
വായിച്ചോ? ഓക്കെ. ഈ സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ബൈ ദി സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു വാക്കുണ്ട്, സ്റ്റേ. മറ്റേ നാട്ടുരാജാവ് സിനിമയിൽ മോഹൻലാൽ പറയുന്ന പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ എന്ന് പറയില്ലേ, ആ പരിപാടിയാണിത്. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇതിനകത്തോ ഈ കോടതികൾ അല്ലെങ്കിൽ ഒരു ന്യായാധിപൻ തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു ശിക്ഷ വിധിച്ചു എന്നുള്ള ഒരു കാര്യം വിചാരിക്കുക. അയാൾ ഈ കേസിനെ കുറിച്ചിട്ട് ഈ പ്രതിയുടെ ഭാഗമോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കാണ്ടാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നൊക്കെ ഈ സുപ്രീം കോടതിക്ക് ഏതെങ്കിലും കാരണവശാൽ ബോധ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ കോടതികൾക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. അതായത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻഡ് ആണെങ്കിൽ കൂടി ഇത് നമ്മുടെ റൈറ്റ് ഒന്നുമല്ല. കോടതികൾ ഭൂരിഭാഗം കേസ് 90% ഇങ്ങനെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാലും 90%ത്തിലും കോടതി അത് റെഫ്യൂസ് ചെയ്യുന്നത്, 99% റെഫ്യൂസിൽ തന്നെയാണ് നടക്കുക. അപ്പൊ ഈ വ്യക്തികൾ കൊടുക്കുന്ന അപ്പീലും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വക്കീൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്പെഷ്യൽ ലീവ് ഈ ആർട്ടിക്കിൾ 136 വെച്ചിട്ട് കൊടുക്കുന്നതൊന്നും കോടതികൾ എടുക്കാറൊന്നുമില്ല. അപ്പോ ഈ ഇപ്പൊ എന്തെങ്കിലും സാഹചര്യം വെച്ചാല് കോടതിക്ക് തന്നെ ബോധ്യമാണ് അയാളെ ടോർച്ചർ ചെയ്യാണ്, ന്യായാധിപൻ വ്യക്തിവൈരാഗ്യം തീർക്കുവാണ് എന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതിയുടെ അധികാരത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ നമുക്ക് അതിന്റെ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ സ്റ്റേ. ഒരാൾ കൊണ്ടുവന്നിട്ടുള്ള ഞാൻ സുപ്രീം കോടതി സ്റ്റേ ചെയ്തേക്കുവാണ്, ഈ സുപ്രീം കോടതി ഈ സാധനം സ്റ്റേ ചെയ്തിട്ടുള്ള അത്രയും കാലയളവിൽ ഇയാൾക്ക് ശിക്ഷയൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന, ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു പീരീഡ്, അതിനാണ് നമ്മൾ സ്റ്റേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ലീവ് ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേ കൊടുക്കുന്ന പരിപാടിനെയാണ് എന്ത് പറയുന്നത്, ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ബൈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പട്ടാള കോടതികൾ നൽകുന്ന ശിക്ഷകൾക്ക് ഈ സംഭവം ബാധകമല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ആർമഡ് ഫോഴ്സസിന്റെ ഒരു കാരണം, കോർട്ട് ട്രൈബ്യൂണൽ മെയ്ഡ് ബൈ ദ കോർട്ട് ട്രൈബ്യൂണൽ ആർമഡ് ഫോഴ്സസ്. ഓക്കെ, പട്ടാള കോടതികളുടെ ഇതിനകത്ത് അവർ കൊടുക്കുന്ന ശിക്ഷയിൽ ഈ പറഞ്ഞ പരിപാടി നടക്കൂല. ബാക്കിയുള്ള കേസുകളിലും ട്രൈബ്യൂണൽസിന്റെ അവരുടെ വിധികളും കാര്യങ്ങളൊക്കെ സ്ക്വാഷ് ചെയ്ത് സ്റ്റേ വെക്കാനുള്ള അധികാരമുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തിനാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ ആർട്ടിക്കിൾ 136 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എടുത്തു പറയാം. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയ ചെറിയൊരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ 137 എന്ന് പറയും. ആർട്ടിക്കിൾ 137 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജുഡീഷ്യൽ റിവ്യൂവിന്റെ കാര്യങ്ങൾ, റിവ്യൂ ഓഫ് ജഡ്ജ്മെന്റ്സ് ഓർ ഓർഡർ ബൈ ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതി തന്നെ കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കോടതികളുടെ കാര്യങ്ങളും വീണ്ടും പുനഃപരിശോധിക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 137 എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 30 നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 137 ഓപ്ഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന്റെ അകത്ത് 137 എഴുതിക്കൊള്ളണം കേട്ടോ. റിവ്യൂ ഓഫ് ജഡ്ജ്മെന്റ്സ് ഓർ ഓർഡർ ബൈ ദ സുപ്രീം കോർട്ട് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർട്ടിക്കിൾ 113 ചിലപ്പോൾ തരൂല. അത് ഈ ഒരു 2018-19 പീരീഡിലുള്ള ഏതൊരു എക്സാമിന് ഈ സംഭവം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ആർട്ടിക്കിൾ 13 ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല, ആർട്ടിക്കിൾ 137 ആയിരുന്നു ഒന്നുണ്ടായിരുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ആർട്ടിക്കിൾ 30 കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 137 എഴുതിക്കൊള്ളണം കേട്ടോ. ആർട്ടിക്കിൾ 137 ആർട്ടിക്കിൾ എങ്ങനെയാണ് പറയുന്നത്, റിവ്യൂ ഓഫ് ജഡ്ജ്മെന്റ്സ് ഓർ ഓർഡർ ബൈ ദി സുപ്രീം കോർട്ട് subject to provisions of any law made by Parliament or any rules made under this Article 145, the Supreme Court shall have power to review any judgment pronounced or order made by it. കുഴപ്പമില്ല, എന്നാലും ആർട്ടിക്കിൾ 137 ഒറ്റ വാക്കില് ജുഡീഷ്യൽ റിവ്യൂ. പ്രക്ടി ജുഡിസ്ഡിക്ഷൻ നമ്മൾ കഴിഞ്ഞ പരിപാടിയാണ്, അത് ഇനിയിപ്പോ പറയണില്ല. ആർട്ടിക്കിൾ 32ന്റെ പ്രക്ടിസ് പഠിക്കാം. ആർട്ടിക്കിൾ 142 ഒന്ന് വായിച്ചു നോക്കി. ആർട്ടിക്കിൾ 142 നിങ്ങൾക്കത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? ഇത് നോക്കുക. ആർട്ടിക്കിൾ 142 പഠിച്ച സമയത്ത് നമ്മൾ ഇതിന്റെ ഹെഡിങ്ങും കാര്യങ്ങളും ഒക്കെ വേറെയാണ്. എൻഫോഴ്സ്മെന്റ് ഓഫ് ഡിക്രീസ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഓർഡേഴ്സ് ആസ് ടു ഡിസ്കവറി എക്സെട്ര എന്നാണ്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എടുക്കേണ്ട പോയിന്റ് വെച്ചാൽ ഈ ടൈമാണ് കംപ്ലീറ്റ് ജസ്റ്റിസ്, പൂർണ്ണനീതി, സമ്പൂർണ്ണ നീതി എന്നുള്ള ആ ഒരു കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് എന്തൊക്കെ ചെയ്യാമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാനായിട്ട് സുപ്രീം കോടതിനെ അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 142 എന്നതാണ് ഉത്തരം. ആർട്ടിക്കിൾ 142 നോക്കുക. ആർട്ടിക്കിൾ 142 കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ്. എന്താണ് കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ടേം മെൻഷൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേം മെൻഷൻഡ് ആണ്, പക്ഷെ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ഓഫ് ഇത് സുപ്രീം കോടതിക്ക് പവർ നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ ആർട്ടിക്കിൾ. സുപ്രീം കോടതി, അതായത് സമ്പൂർണ്ണ അധികാരം സുപ്രീം കോടതിക്ക് നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 142ന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾസിൽ ഒന്നാണ് ഈ ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. കാര്യം വേറെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവും പാർലമെന്റും ഇവരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മുകളിൽ കടന്നു നിന്നുകൊണ്ട് സുപ്രീം കോടതിക്ക് ഈ സമ്പൂർണ്ണ നീതി എന്നുള്ള ഒരു കാര്യം ഉറപ്പാക്കാം എന്നുള്ള ആശയം നൽകുന്ന, അല്ലെങ്കിൽ അതിന് സുപ്രീം കോടതിക്ക് പവർ നൽകുന്ന ആർട്ടിക്കിളാണ് ഈ പറയുന്ന 142 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നടക്കുന്ന ഈ പറയുന്ന എക്സിക്യൂട്ടീവിന്റെ ആക്ഷൻസിലും ലെജിസ്ലേച്ചറിന്റെ ആക്ഷൻസിലും ഒക്കെ കോടതികൾ ഇടപെടുന്ന ജുഡീഷ്യൽ ആക്ടിവിറ്റീസം എന്ന് പറയുന്ന പരിപാടി കോടതികൾക്ക് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കോടതികൾക്ക് ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ കോടതികൾക്ക് ഇതിനെ കുറിച്ചുള്ള വ്യക്തമുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ പരിപാടി ചെയ്തോ, എന്ത് ഇത് ചെയ്തു കഴിഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല, കംപ്ലീറ്റ് ജസ്റ്റിസ് ഇവിടെ രാജ്യത്ത് ഉറപ്പായിരിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ പറഞ്ഞ പ്രൊവിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 142 കൊണ്ടുവന്ന സമയത്ത് യാതൊരുവിധ ഡിബേറ്റുകളും ഇല്ലാതെ പാസ്സാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ 142 എന്നുള്ളത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം ഉത്തരം കാണേണ്ട ഉത്തരവാദി സുപ്രീം കോടതിയാണ് എന്നുള്ളത് പറഞ്ഞ് സുപ്രീം കോടതിക്ക് ആ പവർ നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 142 എന്നുള്ളത്. മനസ്സിലായോ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്താന്നുള്ളത്? ആർട്ടിക്കിൾ 142ന്റെ ഇമ്പോർട്ടൻസും. ചെറിയൊരു ആർട്ടിക്കിൾ ആണല്ലോ എന്ന് വിചാരിച്ച് വെറുതെ കളയേണ്ട ആർട്ടിക്കിൾ അല്ല. ആർട്ടിക്കിൾ 142 ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പരിപാടി നോക്കിയേ, വായിച്ചു നോക്കിയേ 143. വായിച്ചോ?
ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിൽ ആർട്ടിക്കിൾ 143 എന്താണെന്നുള്ളത് നോക്കാം. ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത് അഡ്വൈസറി ജുഡിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ടാണ്. അതായത് സുപ്രീം കോടതിക്ക് ഉപദേശം കൊടുക്കാനുള്ള അധികാരം. ആർക്ക് ഉപദേശം കൊടുക്കാനുള്ള അധികാരമാണ്? ആർക്ക് ഉപദേശം കൊടുക്കാനുള്ളതാണ്? പ്രസിഡന്റിന് ഉപദേശം കൊടുക്കാനുള്ളതാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഉപദേശം കൊടുക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം പറയുന്നതാണ് ആർട്ടിക്കിൾ 143 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള അഡ്വൈസ് നമുക്ക് കൊടുക്കാം. ഒന്നുകിൽ ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ വരുന്ന ഇതിനകത്താണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെയിൻ ആയിട്ട് സുപ്രീം കോടതിക്ക് ഇത് കൊടുക്കാനുള്ള ചാൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാക്കണേക്കാൾ മുമ്പുള്ള കുറെ ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ. ഓക്കെ, അപ്പൊ മുല്ലപ്പെരിയാർ ഇഷ്യൂവിന്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പ്രസിഡന്റിന് ഈ കോടതികളുടെ ഉപദേശം തേടാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനകത്ത് രണ്ട് തരത്തിലുള്ള അഡ്വൈസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. ഒന്ന് പബ്ലിക് ഇമ്പോർട്ടൻസിന്റെ മാറ്റം, അതായത് പൊതു താല്പര്യത്തിന് വിരുദ്ധ, അതായത് ഉള്ള രീതിയിലുള്ള ഉപദേശം കൊടുക്കാം എന്നുള്ള കാര്യം. അതല്ലാതെ രണ്ടാമത്തെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് വരുന്ന 1999 വർഷത്തേക്കുള്ള മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്നുള്ളൊരു കാര്യം. അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ കാര്യങ്ങൾ, ആ രണ്ട് കേസുകളിലാണ് മെയിൻ ആയിട്ട് സുപ്രീം കോടതി പ്രസിഡന്റിന് ഇത് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യം, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റ് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ഗവർണറോട് ഒരു മറുപടി ചോദിച്ചില്ലേ, ഗവർണർ ബില്ലുകൾ ഒപ്പിടാതെ എന്താ, അപ്പൊ അതിന് ഇങ്ങനെ കാലതാമസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് എന്ത് ചെയ്തു? സുപ്രീം കോടതിക്ക് അഡ്വൈസറി ഉപയോഗിച്ചു, ആർട്ടിക്കിൾ 143 ഉപയോഗിച്ചിട്ട് അഡ്വൈസ് വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ പബ്ലിക് ഇമ്പോർട്ടൻസിന്റെ ആയിട്ടുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് ഈ പറഞ്ഞ അഡ്വൈസ് പ്രസിഡന്റിന് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ആ സാധനം പെൻഡിങ് വെക്കുകയോ റിഫ്യൂസ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ അഡ്വൈസറി ജുഡിസ്ഡിക്ഷനിലെ എല്ലാ കാര്യത്തിലും പ്രസിഡന്റിനെ സുപ്രീം കോടതി സഹായിക്കണം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പൊ ഇതാണ് സംഭവം. അതായത് ഈ പറയുന്ന കോടതികൾക്ക് ഒന്നാമതേ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ആ തിരക്കിന്റെ ഇടയിലാണ് പ്രസിഡന്റുമായിട്ട് ഗവർണർ ഇത് തടഞ്ഞു വെച്ചത് കോടതി കോഷ് ചെയ്ത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചിട്ട് അതിന് എനിക്കൊരു മറുപടി തന്നെ, ഇത് എന്റെ അഡ്വൈസ് എനിക്ക്, നിങ്ങൾക്കുടെ അഡ്വൈസ് എനിക്ക് വേണം പറഞ്ഞു. അപ്പൊ കോടതി പറയും, എന്റെ പൊന്ന് പ്രസിഡന്റ് ഇവിടെ 100 കണക്കിന് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് നീ ഇത് ചോദിച്ചിട്ട് വേണേന്ന് ചോദിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറയും. എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ബാധ്യത ഇല്ലാന്ന്. ഈ പബ്ലിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസിഡന്റ് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സമയമില്ല വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ക്ലാസ് എടുക്കണമെന്ന് കേൾക്കാതെ ഗ്രൂപ്പിലിട്ടിരുന്ന് വന്ന് കണ്ടിട്ട് അത് വായിച്ചിട്ട് അഡ്വൈസ് ചോദിക്കണ പോലെ. എനിക്ക് ആ സമയത്ത് ഞാൻ നല്ല മൂഡിലായിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മറുപടി കൊടുക്കും. അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് കാണാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് രണ്ടു വെച്ചെടുക്കും. അപ്പൊ പിന്നെ ആ വഴിക്ക് വരെയില്ല. ഇതാണ് പരിപാടി. ഓഡിബിൾ ആണോ? കറണ്ട് പോയതാ? വൈഫൈ കട്ടായതാ? ഓക്കെ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മൊത്തം കേട്ടല്ലോ. പബ്ലിക് ഇമ്പോർട്ടൻസിന്റെ ഒരു മാറ്റർ ആണ് കോടതിയോട് പ്രസിഡന്റ് അഡ്വൈസ് ചോദിക്കുന്നതെങ്കിൽ അത് കൊടുത്തോളണം എന്ന് നിർബന്ധമില്ല. മേ റിഫ്യൂസ് ചെയ്യാം. കോടതികൾക്ക് സമയമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു പ്രസിഡന്റ് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് കോടതികൾക്ക് റിഫ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ്. അത് മനസ്സിലായല്ലോ.
ഹലോ, വീണ്ടും കട്ടായോ? ഇപ്പൊ ഓക്കെയോ? സ്ക്രീനെല്ലാം കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ഫസ്റ്റ് ടൈപ്പ് ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസാണ് നമ്മുടെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ എടുക്കുക. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂല് കോടതിയുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പഴയ ട്രീറ്റിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ അന്ന് ഉപയോഗിച്ചിരുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് അന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് അന്ന് എഴുതിയ ട്രീറ്റി നമുക്ക് ഇന്നത്തെ കാലത്ത് വന്ന സമയത്ത് അതിനകത്ത് തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തീരുമാനം എക്സിക്യൂട്ടീവിന് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ചിലപ്പോൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. പ്രസിഡന്റ് എന്ത് ചെയ്യും? കോടതിയുടെ അഡ്വൈസ് ചോദിക്കും. അപ്പൊ കോടതിയോട് അഡ്വൈസ് ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഈ കോടതിയോട് ചോദിക്കുന്ന അഡ്വൈസിന് കോടതി ഉത്തരം നൽകാനായിട്ട് ബാധ്യസ്ഥരാണ്. കാര്യം എന്താ? എന്റെ പഴയ കാര്യമല്ലേ. ഇപ്പൊ ഈ പ്രസിഡന്റിന് ഇതിനൊന്നും അറിയാൻ പാടുണ്ടാവില്ല. അപ്പൊ അത് സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് വെച്ചിട്ട്, പാവം പ്രസിഡന്റ് അല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോടതി അതിനെ പ്രസിഡന്റിനെ സഹായിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ ഒന്നും ചെന്ന് സഹായിച്ചോളം നിർബന്ധമില്ല. ഇനി അത് മാത്രമല്ല അതിന്റെ പ്രത്യേകത, ഈ പ്രസിഡന്റിന് ഈ പറഞ്ഞ ഭയങ്കര ഇപ്പൊ ചിലപ്പോൾ ഒരു കാര്യത്തിൽ ഭയങ്കര പണിയെടുത്തിട്ടായിരിക്കും ഈ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു അഡ്വൈസ് കോടതി പ്രസിഡന്റിന് കൊടുക്കണേ. അപ്പൊ പ്രസിഡന്റ് കൊടുക്കുന്ന സമയത്ത് ആ കാര്യം എടുത്തോളണമെന്നും ഈ പ്രസിഡന്റിന് യാതൊരു ഉത്തരവാദിത്വമില്ല. മനസ്സിലായ? അതായത് എന്ത് പണി എടുത്തു കഴിഞ്ഞാലും പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ പരിപാടി ചെയ്താൽ. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഞാൻ നിങ്ങളോട് പറയും, അത് SCRT വായിച്ചെടുക്കണം, PYQs എടുത്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ കുറെ പേര് വന്നിട്ട് ചോദിക്കും, സാറേ എനിക്ക് SCRT വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? SCRT ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എന്തെങ്കിലും ചെയ്യും. അതായത് ഞാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അവര് എടുക്കണ്ടോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ആ പരിപാടി തന്നെയാണ് പ്രസിഡന്റ് സുപ്രീം കോടതി തമ്മിൽ നടക്കണെന്നുള്ളത് മനസ്സിലാക്കുക. The advice is not binding on the president. ക്ലിയർ ആയോ? അത് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഇവിടെ രണ്ട് കാര്യങ്ങളിലാണ്. സനാതം എന്താ ഉദ്ദേശിച്ചത്? സൗണ്ട് ഓക്കെ ആണോ? പോയോ? എവിടെ സൗമ്യ? എനിക്കതൊന്ന് പേഴ്സണലായി കേട്ടോ, എന്താണെന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങോട്ട്. Okay. അടുത്ത കാര്യം പറഞ്ഞോട്ടെ. ഇതാ ഇതിന്റെ ഇടയ്ക്ക് അടുത്തൊരു പരിപാടി കിടക്കുന്നതാണ് ആർട്ടിക്കിൾ 129 എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ. എന്താണ്? സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്.
The Supreme Court shall be a court of record and shall have all the powers of such a court, including the power to punish for contempt itself. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം? സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്നുള്ള ഒരു കാര്യം, കോർട്ട് ഓഫ് റെക്കോർഡ് ആണ് എന്നുള്ള ഒരു ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് കോടതി അലക്ഷ്യം എന്നുള്ള സംഭവമാണ് ഇതിനകത്ത് ആർട്ടിക്കിൾ 129 പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ മാത്രമല്ല, വേറെ ആർട്ടിക്കിൾസിൽ എവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ പറഞ്ഞ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോ ഒരു കേസ് കോടതിയിൽ നമ്മൾ വാദിച്ചു. അപ്പൊ ആ കേസ് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും സുപ്രീം കോടതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ സുപ്രീം കോടതിയിൽ അവസാനിച്ച് വിധി പറഞ്ഞിട്ടുള്ള ഏതൊരു കേസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഫുൾ റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ കോടതികൾ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ അതായത് നമ്മളിപ്പോ കേരള PSCയുടെ പരീക്ഷ നടത്തുന്നതിന്റെ ഓരോ പരീക്ഷയിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ലേ? പിന്നെ ആ കാര്യം എന്ത് കാര്യത്തിനാ? വേറൊരു പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്. അപ്പൊ അതേപോലെ തന്നെ ഈ സുപ്രീം കോടതി അവർ നടത്തിയിട്ടുള്ള എല്ലാ കേസുകളുടെയും കാര്യങ്ങൾ ഇവര് സൂക്ഷിച്ചു വെച്ചിട്ട് അതിനുശേഷം എന്ത് ചെയ്യും? ഈ കേസ് ബാക്കിയുള്ള വേറെ ഏതെങ്കിലും കേസിൽ റെഫറൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കോടതി ഇന്ന വിധി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ മറിച്ചിട്ടുള്ള ഒരു വിധി പറയാനായിട്ട് മറ്റു കോടതികൾക്കൊന്നും സാധ്യമല്ല. അതാണ് ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന കാര്യം. ഇതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് വേണം വേറെ ഏത് കേസുകൾക്കും വിധി പറയാനായിട്ട്. ഓക്കെ, ഇപ്പൊ എന്ത് സാഹചര്യത്തിലും എന്ത് കേസിലും ഇപ്പോ കോടതി ഒരാളെ ഒരു സെയിം ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി അനുസരിച്ച് മാത്രമേ അതേ സ്വഭാവമുള്ള മറ്റൊരു കേസ് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ സുപ്രീം കോടതി വിധിച്ച ഒരു ശിക്ഷയിൽ അതിന്റെ മുകളിലോ അല്ലെങ്കിൽ അതിനൊക്കെ താഴെയുള്ള രീതിയിലോ ഒന്നും ഒരു കേസിൽ നമുക്ക് ജഡ്ജ്മെന്റും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 129. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു ആശയം കൂടി ആർട്ടിക്കിൾ 129 പറയുന്നുണ്ട്, കോടതി അലക്ഷ്യം എന്നുള്ളത്. രണ്ട് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 141 നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. എന്താണ്? ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ടു ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ്. സുപ്രീം കോടതി പറയുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കോടതികൾക്കൊക്കെ ബാധകമാണ് എന്നുള്ള ഒരു ആശയമാണ് ആർട്ടിക്കിൾ 141 പറയുന്നത്. 129 എന്താണെന്ന് വെച്ചാൽ കോർട്ട് ഓഫ് റെക്കോർഡ്. അത് മനസ്സിലായല്ലോ? ഈ പറഞ്ഞ കേസുകളെല്ലാം നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും ഏറ്റവും അവസാനം റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രകാരമാണ് ബാക്കിയുള്ള കോടതികളെല്ലാം വിധി പറയുന്നത്. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധി എന്ന് പറയുന്നത് ബാക്കിയുള്ള കോടതികളിലെല്ലാം ബാധകമാണ്. അതായത് സുപ്രീം കോടതി ഒരുത്തനെ വെറുതെ വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ കോടതിക്ക് അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റൂല എന്ന്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ക്ലിയർ ആയോ? ആർട്ടിക്കിൾ 129 141. നോക്കുക, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ആക്ട് തന്നെ ഉണ്ട്. 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആർട്ടിക്കിൾ 121 വേഴ്സ് 141. എന്താണ് ഇത്? എനിക്ക് മനസ്സിലായില്ല. വൺ 129 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കണം എന്നാണ്. കോർട്ട് ഓഫ് റെക്കോർഡ്. അതേപോലെ തന്നെ അതിനകത്ത് കോടതി ലക്ഷ്യത്തിന്റെ കാര്യം പറഞ്ഞു. രണ്ടും വേറെ വേറെ ആർട്ടിക്കിൾസാ. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇത് പറയുന്നുള്ളൂ, ഈ കോടതിയിൽ ഈ പറഞ്ഞ കേസുകൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യമൊന്നും 129 പറയുന്നില്ല. എല്ലാ കേസുകളുടെ റെക്കോർഡ് റെഫറൻസും എടുക്കേണ്ടത് സുപ്രീം കോടതിയിൽ നിന്നാണെന്ന് മാത്രമേ അതിനകത്ത് ആർട്ടിക്കിൾ 129 പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ 141 കോടതി വിധിച്ച ഒരു വിധി എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ കോടതികളും, അത് കാരണം അപ്പീൽ പോയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാത്തിലും ഇവർ വിധിച്ച സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം ബാധകമായിരിക്കും എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 141 പറയുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും കണക്റ്റഡ് അല്ല. ഒരെണ്ണം കോർട്ട് ഓഫ് റെക്കോർഡും ഒരെണ്ണം ലോ ബൈൻഡിങ് ആണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് നോക്കാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കേസിലാണ് നമുക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുന്നത്, അല്ലെങ്കിൽ കോടതി ഇലക്ഷൻ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. 1971 കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് പ്രകാരമാണ് ഈ പറഞ്ഞ പരിപാടി നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്
സിവിൽ കണ്ടംപ്റ്റും ക്രിമിനൽ കണ്ടംപ്റ്റും. ഒന്നുമില്ല, സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മളൊരു പുച്ഛ മനോഭാവത്തോടുകൂടി കാണുക എന്നുള്ളൊരു പരിപാടിയില്ലേ, അതിനെയാണ് ഈ പറയുന്ന സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നീ എന്ത് കോടതി എന്ത് വിധിച്ചാലും എനിക്കെന്ത് എന്നുള്ള ഉള്ള രീതിയിൽ കാര്യങ്ങൾ പറയില്ലേ. ഇല്ലെങ്കിൽ ഞാനാണ് കോടതിയുടെ മുകളിൽ വരുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടി പറഞ്ഞ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കോടതി എന്ത് പറയല്ല അത് അനുസരിക്കില്ല. ഇപ്പൊ മറ്റേ സിനിമയില് ആ ജഗതി കാണിക്കുന്ന കാര്യമില്ലേ, കോടതി കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിനെയാണ് ഈ പറയുന്ന സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. അത് ആർക്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കോടതി ലക്ഷ്യമായിരിക്കും. കോടതിയുടെ ഇപ്പൊ ആ ജഗതിയുടെ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ജഗതി കോടതിയുടെ ഉള്ളിൽ ചെന്ന് കിടന്ന് വർത്താനം പറയും, കോടതി ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നീ ഇത്ര രൂപ ഫൈൻ അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നവരെ. അതായത് എന്തെങ്കിലും ഒരു ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തില് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചാലും ഇതൊക്കെ സിവിൽ കണ്ടംപ്റ്റ് ആയിട്ട് പരിഗണിക്കും. ഇനി ക്രിമിനൽ കണ്ടംപ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ ഈ കോടതി പറയുന്ന വിധിനെ ശരിക്കും ഒബ്സ്ട്രക്ട് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ തടയുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ക്രിമിനൽ കണ്ടംപ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് കോടതിയുടെ ഒരു അധികാരത്തിന് മുകളിലാണ് എന്റെ അതോറിറ്റി എന്ന് സ്ഥാപിക്കുകയും ഈ കോടതി പറഞ്ഞ ഉത്തരവ് നടപ്പിലാക്കാനായിട്ട് വരുമ്പോൾ പോലീസുകാരെ തടയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ കോടതികളുടെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്താൻ പറഞ്ഞതിനെ ഭയങ്കര മോശമായിട്ട് അധിക്ഷേപിച്ച് തടഞ്ഞ് ജഡ്ജികളെ തടയുക, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കൈയേറ്റം ചെയ്യുക. ഇപ്പൊ ആട് തോമസ് സിനിമയിൽ കണ്ടില്ലേ, കോടതിയിൽ ഇന്നു പോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അത് കേസിലിരിക്കുന്ന സമയത്തല്ല, അല്ലാണ്ട് വീട്ടിലുള്ള സമയത്ത്, അല്ലാണ്ട് പുള്ളി ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ജഡ്ജ്മെന്റിന് പോകുന്ന സമയത്തൊക്കെയാണ് പുള്ളിനെ ആ രീതിയിൽ തടയുന്നുണ്ടെങ്കിൽ പുള്ളിക്കെതിരെ ക്രിമിനൽ ചാർജ് കൂടി വരും, ആട് തോമയ്ക്കെതിരെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള രണ്ട് തരത്തിലുള്ള കണ്ടംപ്റ്റ് ആണ് നമുക്ക് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സിവിൽ കണ്ടംപ്റ്റും ഉണ്ട്, ക്രിമിനൽ കണ്ടംപ്റ്റും ഉണ്ട്. സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ കോടതിയുടെ കാര്യങ്ങളും നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്ന പരിപാടിനെയാണ് ഈ പറയുന്ന സിവിൽ കണ്ടംപ്റ്റ് എന്ന് പറയുന്നത്. ക്രിമിനൽ കണ്ടംപ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലാണ്. അതായത് നിയമങ്ങളെ തടയുക, നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ക്രിമിനൽ കണ്ടംപ്റ്റ് എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമുക്ക് രണ്ട് ആർട്ടിക്കിൾസിലാണ് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വരുന്നത്. ആർട്ടിക്കിൾ 129 പിന്നെ 142 എന്ന് പറയുന്ന കേസിലും ഈ പറഞ്ഞ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പറയുന്നുണ്ട്. പക്ഷെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി അടുത്തൊരു കാര്യം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഈ പറയുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഒരാൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പുള്ളിക്കാരന് സ്വയമായിട്ട് കേസെടുക്കാം. അതായത് ജഗതിയുടെ കേസിൽ കോടതി സ്വയമായിട്ട് ന്യായാധിപനാണ് നിനക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയിട്ടുണ്ടെന്ന് പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തിയെന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് പരാതി കൊടുക്കാം. വേറൊരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാലും കോടതി അത് പരിശോധിച്ചിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിഗണിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഈ അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും കൊടുക്കുന്ന അവരുടെ റിപ്പോർട്ടും പെറ്റീഷനും കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ സുപ്രീം കോടതി ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഇപ്പൊ കോടതിയുടെ കാര്യങ്ങൾ തന്നെ, കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടുത്തെ ജഡ്ജസ് മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ തന്നെ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന്റെ പരിധി തന്നെ വരും. അല്ല, അതായത് സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതിക്ക് തന്നെ ബാധകമാണെന്നുള്ളതാണ്. അവിടുത്തെ ജഡ്ജസിന് അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള കാര്യം ബാധകമായിട്ട് വരും. 3 സാഹചര്യങ്ങളിൽ ഇവർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാം. ഒന്നുകിൽ സ്വയമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഒരു പേഴ്സണായിട്ട് എടുക്കാം, അല്ലെങ്കിൽ AGയും സോളിസിറ്റർ ജനറലും കൊടുക്കുന്ന റിപ്പോർട്ട് വെച്ചിട്ടും ഈ പറയുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാം. ഓക്കെ, അത് എന്ത് രീതിയിലാണ് അതിന് ശിക്ഷ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെയുള്ള സാധാ തടവും 2000 രൂപ പിഴയും. അതാണ് നമുക്ക് സാധാഗതിയിൽ പിഴ വിധിക്കുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രകാരം ഉള്ള കേസുകൾക്ക്. ഓക്കെ, ഇതാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ക്ലിയർ? ഇന്ന് ക്ലാസ് പെട്ടെന്ന് തീർന്നല്ലോ. ഞാൻ ഇതിനകം കൂടുതൽ സ്ലൈഡ് ഉണ്ടായിട്ടില്ല. ടോപ്പിക് കഴിഞ്ഞു, നമ്മുടെ ജുഡീഷ്യറിയുടെ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് പുതിയ ടോപ്പിക്കാണ്. ഞാൻ തീരില്ല എന്ന് വിചാരിച്ചേ, പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മളിപ്പോ സുപ്രീം കോടതിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? പോയി ഒന്ന് ഹൈക്കോടതി വായിച്ചു നോക്കുക.
അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഹൈക്കോടതിന്റെ കാര്യങ്ങളും പറയും. നമുക്ക് ഹൈക്കോടതി നമ്മൾ ഇനി എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്താണ് ഇനി ഹൈക്കോടതി എടുക്കുക. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഈ സുപ്രീം കോടതിയുടെ ഇത് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഹൈക്കോടതി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഭവമാണ് ഹൈക്കോടതികൾ എന്നുള്ളത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇത്രയും ആർട്ടിക്കിൾസും കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഹൈക്കോടതിയുടെ പവേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് തന്നെ. ഓക്കെ, എന്തൊക്കെയാണ് അതിന്റെ കൊളേജിയം സിസ്റ്റം, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ പരിപാടി? തിങ്കളാഴ്ച പരീക്ഷയ്ക്കുള്ളത് പ്രിപ്പയർ ചെയ്തോ? 142 ഒന്നും കൂടി പറയണം. ഓക്കെ, നമ്മുടെ ജുഡീഷ്യറിയിൽ ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ ഏതൊക്കെ ആർട്ടിക്കിൾസോ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഇത് വായിച്ചാൽ മതി. നോക്ക്, ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഓഫ് ഡിക്രീസ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്ത് ഓർഡറും എന്ത് കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കിയിട്ടായാലും നമ്മുടെ രാജ്യത്ത് എന്ത് വേണം? സമ്പൂർണ്ണ നീതി, എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ്. അതായത് എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ആർട്ടിക്കിൾ 142 പറയുന്ന ആശയം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ജസ്റ്റിസ്. ഓക്കെ, ലക്ഷ്മികാന്ത് ടെക്സ്റ്റിലാണ് കേട്ടോ വായിക്കണ്ടേ. ഹൈക്കോടതി വായിക്കാൻ പറഞ്ഞാൽ ലക്ഷ്മികാന്ത് ടെക്സ്റ്റിലാണ്. വേറെ ടെസ്റ്റുകളൊന്നും ഇല്ല നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിനി പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും ഇതിന്റെ എല്ലാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 142 പറയുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജസ്റ്റിസ് ആണ് പറയുന്നത്. ഈ സംഭവം എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് ജസ്റ്റിസ് നേടാനായിട്ട് വേണ്ടതെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്ത് തന്നിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും ചെയ്യാം. ഓക്കെ, അതിനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടില്ല. കോടതികൾക്ക് എങ്ങനെ ഇടപെടാം എന്നുള്ള ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കോടതിക്കുള്ള അൾട്ടിമേറ്റ് പവറാണ് ആർട്ടിക്കിൾ 142 നൽകുന്നത്. എന്ത്, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്രീച്ച് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ്, ഇപ്പൊ 99th അമെന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ലേ, NJSC-യുടെ. അപ്പൊ NJSC എന്ന് പറയുന്ന സംഭവം അമെന്റ്മെന്റ് കൊണ്ടുവന്ന് എല്ലാം പാസ്സാക്കി ഇതെല്ലാം കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അമെന്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യം കോടതി ഇടപെട്ട് എന്തായി? കംപ്ലീറ്റ് ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്വാഷ് ചെയ്ത് കളഞ്ഞു. ഇതാണ് പരിപാടി. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 142 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്? തിങ്കളാഴ്ച നമുക്ക് പരീക്ഷയുണ്ട്. പരീക്ഷയുടെ പോർഷൻസ് ഞാൻ ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ എഴുതി തരാം. എന്തൊക്കെയാണ് പേപ്പർ 1-ൽ, പേപ്പർ 2-ന്റെ എക്സാം ആണുള്ളത്, ഒബ്ജക്റ്റീവ് ആണുള്ളത്. നമുക്ക് ആദ്യം തന്നെ POM-ന്റെ അപ് ടു എവിടെ വരെയാണ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വരെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ അത് ഫുള്ള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് വരെ പഠിക്കുക. രണ്ടാമത് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓൾമോസ്റ്റ് ഫുള്ള് നമുക്ക് ജുഡീഷ്യറി, ഇനി ഹൈക്കോടതി നിങ്ങൾക്ക് വായിക്കാനുള്ളൂ. അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാം. അപ്പൊ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ ഫുള്ള് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ള് 12 മാർക്കിന്റെ ഫുള്ള് എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, 12 മാർക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫുള്ള് പോർഷൻസ് നിങ്ങൾ ആ സിലബസിൽ നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി അതിനകത്ത് നമുക്ക് മറ്റേ ട്രൈബ്യൂണൽസും കാര്യങ്ങളും കൂടിയാണ് എടുക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് തീർക്കാം കേട്ടോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇത്രയും നിങ്ങൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുക, റിവിഷൻ ചെയ്യുക. മൂന്നാമത് കേരള എക്കണോമി സാർ എടുത്ത 5 ക്ലാസ്, കേരള എക്കണോമി സാറിന്റെ 5 ക്ലാസ്. ഓക്കെ, ഇനി ഈ ഗവേണൻസിന്റെ ഒരു ക്ലാസ്, ഞാൻ ഇട്ടുതന്ന ഒരു ക്ലാസ്. ഇത്രയല്ലേ എടുത്തുള്ളൂ? വേറെ ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? എല്ലാം ആയില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം. നമുക്ക് ഇനി പിന്നെ ഈ സാധനം എടുത്തിട്ട് റിവിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരരുത് കേട്ടോ. കാരണം ഏറ്റവും നമ്മുടെ പോർഷൻസ് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെപ്റ്റംബർ പകുതി കഴിയും.
ഓക്കെ. അപ്പോഴത്തേക്ക് എന്തായി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇനി ബാക്കി എൻവയോൺമെന്റ് ഇതൊക്കെ നല്ല ഡെപ്തി കിടക്കുന്നതാ. അപ്പൊ അത് ഒന്നും എടുത്ത് തീരാനായിട്ട് നല്ലോണം സമയം എടുക്കും. ഇനിയിപ്പോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോവാ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അടുത്ത വീക്കിൽ ഞാൻ തീർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊളിറ്റിയുടെ ബാക്കി 8 മാർക്കിന്റെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് തീർക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ തീർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആ ഡെപ്തിലേക്കുള്ള മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മറ്റേ ഇത് കൊടുക്കുക. ഓക്കെ. അപ്പത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിടത്തേക്ക് 1.5 മാസം കൂടി ഇനിയും നമുക്ക് സമയം ആവശ്യമാണ്. അപ്പൊ അത്രയും നേരം നിങ്ങൾ റിവിഷൻ അത് കഴിഞ്ഞ് എല്ലാം ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയിരിക്കരുത്. ഇപ്പൊ തന്നെ റിവിഷൻ ചെയ്ത് പോവുക. അതിന്റെ ഒപ്പം പേപ്പർ 1ന്റെ PYQസും ചെയ്യണം നിർബന്ധമായിട്ട്. ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ് ഞാൻ ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല. സാധാരണ ഇതിൽ ക്ലാസ് എടുത്ത് തീരാറില്ല. അപ്പൊ ഇന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ജുഡീഷ്യറി പറഞ്ഞതില് ഏതെങ്കിലും ഭാഗം ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഓക്കെ. നമുക്ക് ക്ലാസ് ഇന്നത്തേക്ക് നിർത്താം. ഇനി തിങ്കളാഴ്ച നിങ്ങളുടെ എക്സാം ആണ്. നമുക്ക് അടുത്ത ആഴ്ച ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. തിങ്കളാഴ്ച നല്ല എക്സാം ആയിരിക്കും. അത് നോക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണേ. റിവിഷൻ കാര്യങ്ങളും ചെയ്തേക്കണേ. ഓക്കെ.